ടീച്ചർ ചോദ്യം ചോദിച്ചു തുടങ്ങുമ്പോൾ എനിക്കറിയാം എന്നോട് ചോദിക്കുന്നു പറയാൻ തുടങ്ങും. അപ്പോൾ ടീച്ചർ ഇവൻ പഠിപ്പിസ്റ്റാണ്, ഇവനോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അങ്ങനെ കുറേ കാലം പഠിപ്പിസ്റ്റായിട്ട് ഞാൻ അഭിനയിച്ചു തുടങ്ങി. ഒരു ദിവസം ഇതേപോലെ ടീച്ചർ ചോദ്യം ചോദിച്ചു, മൃഞ്ചഘടികം എഴുതിയത് ആര്? ഞാൻ പറയും എന്നോട് ചോദിക്ക്. അതേ അവസ്ഥയായി. ഒരു വൃത്തികെട്ടവൻ ഉത്തരം അറിയില്ല. അവസാനം പഠിപ്പിലെടുത്തിനെത്തി. അതായി പനിച്ച് പറയും കേട്ടോ, തീർന്നു. എൻ്റെ ക്യാരക്ടറാണ് പൊളിയെന്ന് ഉറപ്പായി. ഞാൻ പറഞ്ഞു പറയാം. അപ്പോൾ വേറൊരു ആക്ടിങ് ഉണ്ട്. ആദ്യത്തെ അക്ഷരം അങ്ങോട്ട് എടുത്ത് കൊടുത്താൽ ബാക്കി ടീച്ചർ പറഞ്ഞോളൂ. അപ്പോൾ ടീച്ചറെ മൃഞ്ചഘടികം ഇല്ല, ടീച്ചർ പിടിക്കുന്നില്ല. അതിലും പിടിച്ചില്ല. ഇടശ്ശേ ടീച്ചർ കയറി പിടിച്ച് എൻ്റെ കയ്യിൽ വടിയെടുത്ത് 2 അടി. ഉത്തരം തെറ്റിപ്പോയി. അതോടുകൂടി എൻ്റെ പഠിപ്പി ക്യാരക്ടറാണ് പൊളിഞ്ഞ അഭിനയം പൊളിഞ്ഞു. എല്ലാവരും ക്ലാസ്സിൽ ഭയങ്കര ചിരി. ഒരാൾ മാത്രം തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രുതി ബി മേനോൻ. ആ സമയത്ത് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, 2 അടി കൊണ്ട് കണ്ണിലാൽ വെള്ളം എനിക്ക് ബ്ലറായിട്ട് ആരും കാണുന്നില്ല. ഞാൻ അപ്പം തന്നെ കൈ ചുരുട്ടിപ്പിടിച്ച് ധീരത അഭിനയിച്ചു. ശ്രുതി അവിടെ ആശ്വാസത്തോടെ നോക്കിയപ്പോൾ ഞാൻ സൈഡിൽ കൂടെ ജനലിൻ്റെ അടുത്തൂടെ പോയി വരുന്ന കണ്ണീര് ഉള്ളിലേക്ക് അകരി തുപ്പിക്കളഞ്ഞിട്ട് അവിടെ ബെഞ്ചിൽ പോയിട്ടില്ല. പിന്നെ എൻ്റെ ധീരത അഭിനയം തുടർന്നു. അങ്ങനെ ധീരത അഭിനയം തുടർന്ന് ശ്രുതിക്ക് എന്നോട് ആരാധന മൂത്ത് പ്രണയമായി. ഈ പ്രണയാവുന്നതിൻ്റെ ഇടയിൽ ടീച്ചർ എന്ത് ചെയ്ത് അടിയുടെ കാഠിന്യം കൂട്ടി എൻ്റെ ധീരതര ക്യാരക്ടറും പൊളിയാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഈ പ്രണയം പൂങ്ങിട്ടല്ലോ. ഞാൻ ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോൾ ഇത് കോളേജ്. അങ്ങനെ നമ്മൾ കോളേജ് പ്രണയത്തിലേക്ക് തുടങ്ങി. ചെറിയൊരു ചേഞ്ച്. ശ്രുതി ബി മേനോൻ മാറി ദിവ്യ കെ ബാലൻ. അങ്ങനെ ഞാനും ദിവ്യയും കൂടെ ചെറിയ പ്രണയത്തിലായി. കോളേജിലെത്തിക്കഴിഞ്ഞ പ്രണയത്തിൻ്റെ മുഖൽ അഭിനയവും രാത്രിയിലാണ്. രാത്രിയിൽ ഫോൺ എടുത്ത് വിളിക്കാൻ ഒരു 10 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് ഞങ്ങളുടെ ടൈം. അതങ്ങനെയാണ്. ഒരു ദിവസം രാത്രി അച്ഛൻ പണി വന്നു. ഞാനിങ്ങനെ ഫോൺ വിളിക്കാൻ നിൽക്കുമ്പോൾ അച്ഛൻ വന്നിരുന്നു, അനീഷേ നീ ഇപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ് കുറേ കഥ ഇടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ കുറക്ക് വരുന്നുണ്ട്, 10 മണി ഞങ്ങൾക്ക് പോകണില്ലെങ്കിൽ ഗുൽമാലാന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവൾ വിളിക്കാൻ തുടങ്ങി. ഞാൻ കട്ട് ചെയ്ത് പിന്നെയും കട്ട് ചെയ്ത്. ഇത് അഭിനയമല്ല കേട്ടോ, ഈ പെണ്ണുങ്ങളുടെ സ്ഥിരം സ്വഭാവമാണ്. നമ്മൾ എത്ര കട്ട് ചെയ്താലും പിന്നെയും വിളിച്ചോണ്ടി. അവസാനം ഞാൻ സൈ കെട്ടി എടുത്തു. അച്ഛൻ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. അവൾ ഞാൻ അച്ഛൻ അമ്മയെല്ലാം അടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു പറ എനക്കൊരു ഉമ്മ തരൂ ദൈവം. ഈ അച്ഛനും അമ്മയെല്ലാം അടുത്തിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഉമ്മ എടുക്കില്ല. ഓക്കെ അമ്മ പോരാ, നല്ല പോലെ വേണം. എൻ്റെ ദൈവമേ, അച്ഛൻ്റെ ഈ അമ്മയിരിക്കുന്നു. ഞാൻ സെൽഫി പുള്ള ഗിമിയ സെൽഫി പുള്ള ഗിമിയ ശരി. അച്ഛൻ നോക്കിയാൽ പറയും അമ്മയുടെ പാട്ട് ചോദിച്ചിട്ട് വിളിച്ച അങ്ങനെ അച്ഛൻ. അങ്ങനെ അച്ഛൻ എനിക്ക് ഉറക്കം വരുന്നു. അച്ഛൻ ഉറക്കം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് കയറി ചെന്നു. ഒരു 11 വരെയായി. പിന്നെ അവൾ എത്ര ലേറ്റായത് എന്താന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവളുടെ ഒരു പ്രശ്നമുണ്ട്. ഇവൾ രാത്രി കിടക്കുന്നത് അമ്മേൻ്റെ കൂടെയാണ്. അപ്പം കറക്റ്റ് 10 മണിയാകുമ്പോൾ കട്ടിലിൻ്റെ അടിയിലേക്ക് വരും. ഞാൻ വന്നു, ഞാൻ എത്തിയല്ലോ. എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഒറ്റക്ക് കിടക്കുന്ന റൂമിൽ. പക്ഷെ എനിക്ക് ഉറക്കം പറയാൻ പറ്റില്ല, അവളുടെ കൺട്രോൾ പോകും. കൺട്രോൾ എന്ന് പറഞ്ഞാൽ അവൾ ഉറക്കെ പറഞ്ഞു പോരാണ്ട്, ഞാൻ ഉറക്കെ പറയുമ്പോൾ അവൾ ഉറക്കെ പറഞ്ഞു. അങ്ങനെ സംഭവം ഇങ്ങനെ നടന്നിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഉറക്ക് വരാൻ തുടങ്ങി. ഈ അഭിനയത്തിൻ്റെ വേറൊരു പ്രശ്നമായിരുന്നു, നമുക്ക് ഉറക്ക് ഇല്ലെങ്കിൽ ഉറങ്ങുന്ന പോലെ അഭിനയിക്കാൻ ഈസിയാണ്. സപ്പോസ് ഉറക്ക് വന്നാൽ നമുക്ക് ഉറക്കില്ലാത്ത പോലെ അഭിനയിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആകെ ഉറങ്ങിപ്പോയി. നീ എന്നോട് മിണ്ടുമ്പോൾ മാത്രം നിനക്ക് ഉറക്ക്, അല്ലെങ്കിൽ നിനക്ക് ഓരോ ഉറക്കില്ലല്ലോ. ഞാൻ പെട്ടെന്ന് കണ്ടിട്ട് ഇല്ല മോളെ, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ കണ്ണടച്ച് കിടന്ന് നമ്മൾ രണ്ടാളിനെ സ്വിറ്റ്സർലാൻഡിലോടെ നടന്നു. പിന്നെ ഉറങ്ങിപ്പോയി. പിന്നെ കേട്ടുകൊണ്ടിരിക്കാൻ പെട്ടെന്ന് നമ്മളിങ്ങനെ എട്ടപ്പള്ളി കൂടെ പള്ളി തിരുവോടെ അങ്ങനെ നാളെ ഗോൾഡ് പിന്നെ ഉറങ്ങി. ഇതെന്ത് ചെയ്യാൻ വേണ്ടി പിറ്റേ ദിവസം രാവിലെ ആണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ ഉറങ്ങിപ്പോയി എന്നുള്ള കാര്യം. പിറ്റേ ദിവസം രാത്രി ഞാൻ പറഞ്ഞു ഇന്നലെ ഉറങ്ങിയതിൻ്റെ ക്ഷീണം നമുക്ക് ഇന്ന് തീർക്കാം. അങ്ങനെ പറഞ്ഞു തുടങ്ങി. അതിപ്പോൾ നമുക്ക് സെൻസർ ആകുന്നതുകൊണ്ട് ഞാൻ ആ അഭിനയത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഇങ്ങനെ അഭിനയങ്ങളൊക്കെ പുഷ്പിച്ച് പോണ സമയത്ത് ഒരു സംഘട്ടൻ രംഗം രൂപീകരിക്കപ്പെട്ടു. ഞാൻ ഇവിടെ ഒരു ദിവസം ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയിട്ടാ.
കുറച്ച് പേര് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതാരെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് അഭിനയ കുലപതി വിളാട്ടൻ ഏട്ടൻ അനിയൻ, അങ്ങനെ അനിയനായി അച്ഛനായി അമ്മാവനായി ഒരു സാധനം ഏറ്റില്ല, ക്യാരക്ടർ പൊളിഞ്ഞ്. പിന്നെ സംഘടന എന്ന് പറഞ്ഞാൽ മാഫിയ ശശിയും നമ്മുടെ പീറ്റർ ഹെയ്നൊക്കെ ഉണ്ടല്ല, ഇവരുടെ സംഘടന എന്നല്ല പൊരിഞ്ഞടിയായിരുന്നു. അയ്യോ, അവർക്ക് ഈ മെത്തഡ് ആക്ടിങ്ങിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ല രമേശ. അവൾ അച്ഛനായതുകൊണ്ട് പറയുന്നല്ല, വേറും വൃത്തിയാണ്. മർമ്മത്തിൽ നോക്കിയിട്ടേ ചവിട്ടില്ല. അങ്ങനെ ഞാനങ്ങ് പ്രശ്നമായി, എൻ്റെ റൊമാൻറ്റിക് ഹീറോ പൊളിഞ്ഞ് പാളിസായി.